അപ്പോൾ നമ്മൾ എല്ലാവരും ഒത്തുകൂടുന്നു. പ്രിയനന്ദൻ്റെ വീട് വല്ലച്ചിറയുള്ള വീട്ടിലാണ്. കാവിശികയുടെ ഒരു സംരംഭം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഇന്ററാക്ഷൻ വിത്ത് ഡയറക്ടർ പ്രിയനന്ദനൻ, നാഷണൽ അവാർഡ് വിന്നർ ഡയറക്ടർ പ്രിയനന്ദനൻ, ഇന്ററാക്ഷൻ വിത്ത് ഡയറക്ടർ. ഇതിൻ്റെ ഒരു പർപ്പസ് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ജയകൃഷ്ണനും വിജയേട്ടനും അറിയാൻ വേണ്ടി പറയാണ്. 26 ഫെബ്രുവരി 26 കാവിശികയുടെ ഒരു സംഗമമുണ്ട് സാഹിത്യ അക്കാദമി ഹാളിലാണ്. അപ്പോൾ ആ സംഗമം എന്ന് പറയുന്നത് അന്ന് അവാർഡ് പരിപാടികളും അങ്ങനെ കാലത്ത് മുതൽ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം, മിനിസ്റ്റർ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചറാണ് ഉദ്ഘാടനം. അപ്പോൾ ഈ സംഗമത്തിനെ തുടർന്ന് ഓരോ ടീമിൻ്റെ കലാപരിപാടികൾക്ക് ശേഷം 3:30 നമ്മൾ ദബാരിക്കുരുവിയുടെ ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 4 മണി മുതലാണ് ഷോ എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് മുമ്പ് പ്രിയന് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു, പ്രിയ അതിൻ്റെ ഇൻട്രഡക്ഷൻ കൊടുക്കുന്നു. പിന്നീട് സിനിമയ്ക്ക് ശേഷം നമുക്ക് 4 മണിക്കൂർ വേറൊരു ഇൻട്രാക്ഷൻ കൂടി കണ്ടവരായിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് ഇത്. നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ പാസ് ഏറ്റെടുക്കുന്നത് നമ്മൾ കാവിശിക ഫാമിലികൾ 5, 10, 20 പാസുകൾ വെച്ചിട്ടാണ് കൈമാറുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ഒരു 300 പാസ് ഇവിടെ പ്രിയൻ നമുക്ക് കൈമാറുന്നു. നമ്മളത് വിവിധ ശാഖകളിലായിട്ട് നമ്മൾ ടീമുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, പുറത്തുള്ളവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്വാഗതം പറയാൻ ഞാൻ സുഭാഷിണി മഹാദേവനെ വിളിക്കുന്നു. മൊത്തം ഈ പരിപാടിയുടെ ഒരു സ്വാഗതം. ഏറ്റവും ബഹുമാനായ സംവിധായകൻ ശ്രീ പ്രിയനന്ദനൻ, ഇന്നത്തെ പ്രോഗ്രാം സംഘടിപ്പിച്ച നമ്മളുടെ കാവിശിഖയുടെ അമരക്കാരനായ ചാക്കോ മാസ്റ്റർ, ശ്രീ ടീച്ചർ, തിയോ, പിന്നെ നമ്മുടെ ഈ നാടിൻ്റെ ശബ്ദമായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജയകൃഷ്ണൻ, ശ്രീ വിജയൻ, അതുപോലെ തന്നെ നമ്മുടെ കാവിശിഖയുടെ എന്നും നിറസാന്നിധ്യമായി കാവിശിഖയെ ഏറ്റവും ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന റീബ ടീച്ചർ, കണ്ണം മാഷ്, അപർണയുടെ മോള്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാവിശിഖയുടെ വാർഷിക സംഗമമാണ് 26-ാം തീയതി നടക്കുന്നത്. അന്ന് നമ്മളുടെ കാവിശിഖയുടെ എല്ലാ അംഗങ്ങളും ഒത്തുചേരുന്ന അവസരത്തിൽ നമുക്ക് നമ്മുടെ ബഹുമാനായ പ്രിയനന്ദൻ്റെ ധബാരി കുരുവി, ഞങ്ങൾ വലപ്പാട് ഒരു 2 ഷോ നടത്തിയതാണ്. അപ്പോൾ ആ ഷോയുമായി ബന്ധപ്പെട്ട് 4 മണി, ഒരു 3:30-4 മണിയോടുകൂടി പ്രിയനുമായിട്ടുള്ള ഒരു സംവാദവും, ഒപ്പം ഈ സിനിമ കൃത്യം 4 മണിക്ക് അത് റിലീസ് ചെയ്യും. അപ്പൊ എന്തിനു വേണ്ടിയാണ്, എന്താണ് പ്രിയനന്ദന്റെ ഈ സവാരി കുരുവി എന്ന സിനിമയുടെ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ, ഇത് ഞാൻ കണ്ടതുകൊണ്ട് പറയാണ്. നമുക്ക് മിക്കവാറും സാധാരണ സിനിമയിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലുള്ള ഒരു ഇടത്തെ ജനങ്ങളുടെ, പെൺകുട്ടികളുടെ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ആ സിനിമ. അപ്പം നമുക്കറിയാം, അട്ടപ്പാടി ആ ഭാഗത്തുള്ളവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്. ശരിക്കും ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയിട്ട് ഞാൻ ഇനൊരിക്കലും കാണില്ല എന്നെങ്കിലും തീരുമാനിച്ചൊരു കാര്യമാണ്. കാരണം ജീവിതം, പച്ചയായ ജീവിതം എങ്ങനെയാണ് പെൺകുട്ടികളുടെ ജീവിതത്തെ ഇങ്ങനെ യാതൊരു വിലയുമില്ലാത്ത തരത്തിൽ മനുഷ്യനെ എങ്ങനെ ഉപയോഗിക്കാം, പെൺകുട്ടികളെ, കുടുംബത്തിനെ എങ്ങനെ ഒരു ശിഥിലമെന്ന് പറയാൻ പറ്റില്ല, കൂട്ടി യോജിപ്പിക്കുന്നതിലപ്പുറം മനുഷ്യൻ്റെ സ്വാർത്ഥനായ മനുഷ്യൻ്റെ കാമവികാരങ്ങൾക്ക്, കാമം എന്നതിന് ഞാൻ ശാരീരികമായ കാമമെന്നല്ല അർത്ഥമാക്കുന്നത്, അത് ഒരു ആഗ്രഹം, ഏത് നിലയിലുള്ള സ്വാർത്ഥമായ ആഗ്രഹവും നടപ്പിലാക്കുന്ന ഒരു പ്രദേശത്തെ, അട്ടപ്പാടി പോലെയുള്ള ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു സിനിമ പിടിച്ചപ്പോൾ, ധബാരി കുരുവി നല്ല ആയിട്ടുള്ള ഒരു ഇതാണ്, ഹെഡിങ്ങാണ്, തലവാചകമാണ്. അത് പിടിച്ചപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ കേരളമൊട്ടാകെ, ലോകമൊട്ടാകെ ഈ സിനിമ കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്ന് ഒരു വട്ടം കണ്ട് പിന്നെയും കാണുമ്പോഴാണ്, വീണ്ടും കാണുമ്പോഴാണ് അതിൻ്റെ കൃത്യമായ ഏറ്റായിട്ടുള്ള സന്ദേശം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇന്നത്തെ വർത്തമാന കാലം എന്ന് പറയുന്നത് വല്ലാത്ത അപകടകരമായ ഒരു കാലമാണ്.
ആ അപകടം പിടിച്ച കാലത്തിലേക്കുള്ള ഒരു വെട്ടമായി, വെളിച്ചമായി, ഒരു എന്താ പറയാ, നമുക്കൊരു കാഴ്ചയായി മാറുന്ന ഈ സിനിമ. അത് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാവ്യശിഖയുടെ സംഗമത്തിന് അത് കളിക്കാൻ ചാക്കോ മാഷാണ് അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തുള്ളത്. രാവണി മാഷ് ഒപ്പം നിന്നു. ഒപ്പം ഞങ്ങൾ കാവ്യശിഖ കുടുംബവും അതിനെ ചേർത്ത് പിടിക്കാൻ തയ്യാറായി. അപ്പം അത്തരത്തിലുള്ള ഒരു സിനിമ വീണ്ടും കളിക്കാൻ, അങ്ങനെ ഒരു സിനിമ പിടിക്കുകയും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, അത് കാണികൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുകയും ചെയ്യാൻ തീരുമാനിച്ച് പിടിച്ച ശ്രീ പ്രിയനന്ദന് ആദ്യമായി എല്ലാവരുടെ പേരിലും നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം നമ്മൾ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്ന, താല്പര്യമെടുക്കുന്ന ശിഖയുടെ അമരക്കാരനായ ചാക്കോ മാഷ്, ബാക്കി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കണ്ണമാഷ് അധ്യക്ഷൻ എന്നുള്ളിരിക്കുന്നുണ്ട്. നമ്മൾ ചടങ്ങായിട്ട് തന്നെ പൊക്കോട്ടെ. അതിൻ്റെ ഒരു പ്രോട്ടോക്കോള് സന്തോഷമുണ്ട്. നമ്മളിങ്ങനെ വീട്ടിൽ വരാനും നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ കഴിയും. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ എന്ന രീതിയിൽ വേറെ പ്രത്യേകിച്ചൊന്നും ടീച്ചറെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാര്യം. നമുക്കതൊരു ചടങ്ങ് എങ്ങനെയാണ് ചെറുതാക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ പാസ് കൈമാറ്റം എന്നുള്ള രീതിയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് കാവ്യശിഖയിലെ സുഭാഷ് ടീച്ചറും അബാബിളും റീബയും അപർണാനീഷും കണ്ണമാഷൊക്കെ കൂടി നമ്മൾ ഏറ്റുവാങ്ങുന്നു. 300 പാസ് നമ്മൾ ഏറ്റുവാങ്ങുന്നു. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ പലരും അത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറെ 150ഓളം പാസുകൾ അല്ലേ, മേലെ 10ഉം 5ഉം ഒക്കെ ആയിട്ട് ഓൾറെഡി നമ്മുടെ ശിഖ ഗ്രൂപ്പിൽ അഡ്മിഷൻ എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പാസുകൾ കൊടുക്കാം, കാരണം പുറത്തുനിന്നുള്ളവർക്കും പാസുകളുടെ താല്പര്യങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ചാവക്കാട് നിന്നൊക്കെ. അപ്പൊ അതെന്താ കാരണം വെച്ചാൽ സംഗീത അക്കാദമിയുടെ ഇറ്റ്ഫോക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമും കൂടിയാണ്. അപ്പൊ വിവിധ ജില്ലകളിൽ നിന്ന് ഇറ്റ്ഫോക്കിന് വരുന്നവർക്ക് 4 മുതൽ 1.25 മണിക്കൂറാണ് ഈ സിനിമ. അപ്പോൾ ഒരു 5, 6, 5:30, 6:30 വരെ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. പിന്നീട് നാടകങ്ങൾക്ക് പോകാം എന്നുള്ള രീതിയിലൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭം അങ്ങനെയും കൂടി നമ്മൾ ഉപയോഗിച്ചപ്പോൾ 100ഓളം പാസ് നമുക്ക് പുറത്തുള്ളവർക്ക് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നമ്മുടെ അകത്ത് കാവ്യശിഖയിൽ ഒരു 200 പാസ് എന്നുള്ള രീതിയിൽ 300 പേരുടെയാണ് ഹാള്. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു പ്രചരണം കൂടി നമ്മൾ KSN ഈ സംഗീത അക്കാദമിയുടെ പരിസരത്ത് ചെയ്യും. സാഹിത്യ അക്കാദമിയിലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാസിന്റെ ഒരു രീതി വെച്ചിരിക്കുന്നു. വളരെ റിജിഡായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പാസുകൾ ഓൾറെഡി ഇതിന്റെ ജനകീയ സ്ക്രീനിങ് എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ പ്രിന്റ് ചെയ്ത് പലർക്കും വിതരണം ചെയ്ത് അങ്ങനെയാണ് ഇതിന്റെ രീതി ഉണ്ടായിരുന്നത്. അപ്പോൾ 300 പാസ് എന്നുള്ള രീതി നമ്മൾ പ്രിയൻ അത് നമുക്ക് കൈമാറുകയാണ്. സുഭാഷ് ടീച്ചർ എല്ലാവരും ഒന്ന് വരും. അപർണ ഉള്ള സ്ഥലത്തൊക്കെ പെടുന്നു വിചാരിക്കും. ശ്രീജ എല്ലാവരും ഈ സൈഡിൽ അപ്പൊ അതൊന്ന് ഒരു കൈമാറ്റമാണ്. ഓക്കെ, ഞാൻ നോക്കാം ഫ്രെയിമിൽ എല്ലാവരും പെടുന്ന രീതിയിൽ. അപ്പൊ ഒരു കൈ ഫ്രീ ആവുന്ന ഒരു കൈയടിക്കൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ 300 പാസ് കാവ്യശിഖ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സജീവമാകാൻ തുടങ്ങുകയാണ്. ഇനി എല്ലാവർക്കും സീറ്റിലിരിക്കാം, അതായത് വെക്കാം. ഇനി നമ്മൾ അതെ കുറേ പേര് ലൈവിലുണ്ട്. രാവണി മാസ്റ്റർ, ശ്രീജ വിധു, എല്ലാവർക്കും ജൈന ചക്കാമഠത്തിൽ എല്ലാവർക്കും വളരെ സന്തോഷം. പ്രിയനന്ദൻ്റെ വീട് വല്ലച്ചിറയുള്ള വീട്ടിലാണ് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നത്. ഈ സിനിമയിലേക്ക് എത്തുന്ന ഒരു 2020-21 കൊറോണ പീരീഡിലാണ്. ചോദ്യമാണ് ഇതിലേക്ക് ഈ കൺസെപ്റ്റ്, ഇത് ഇങ്ങനെ ഒരു ഫിലിം ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ സംരംഭമാണ്. ലോക സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗോത്ര സമൂഹം അവരുടെ പ്രശ്നം മാത്രം അവർ തന്നെ അഭിനയിച്ച് ചെയ്യുന്നത്. അങ്ങനൊരു കൺസെപ്റ്റിലേക്ക് പ്രിയൻ എത്തുന്നതിൻ്റെ സാഹചര്യവും അതിൻ്റെ യാത്ര അതിനുശേഷം ഉണ്ടായതും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു കലയും ആർട്ടും അതുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതങ്ങനെ നമ്മൾ കാണാത്ത ജീവിതങ്ങളൊന്നും ജീവിതങ്ങളല്ല എന്ന് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ കണ്ടുപോകുന്നത് മാത്രമാണ് ജീവിതങ്ങളാണ്. നമ്മൾക്ക് മാത്രമാണ് വിഷമമുള്ളൂ. മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾക്കൊന്നും ആളില്ല എന്ന് തോന്നുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ സിനിമ പോലുള്ളൊരു മാധ്യമം എന്ന് പറയുന്നത് അതൊരു മുതലാളിത്തത്തിന്റെ കലയുടെ ഒരു പരിപാടിയാണ്. പക്ഷെ ആ സിനിമയിൽ നമ്മൾ അപ്പോഴും ഒരു ധൈര്യം എടുക്കുമ്പോൾ അതിന് പലപ്പോഴും പല സിനിമകളുണ്ട് ഇത്തരം വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ പൊളിറ്റിക്കലായിട്ടൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ ആൾക്കാർ, ഇതാണ് വേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് സിനിമ വേണ്ടത്, നിങ്ങൾ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സിനിമ എന്നാണ് നമ്മൾ ഏറ്റവും അധികം ആളുകൾ കേൾക്കുക. കാരണം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുക ഒക്കെ ഇത്തരം പ്രഭാഷണങ്ങൾക്കാണ്. പക്ഷെ സിനിമ ആണ് ആളുണ്ടാവില്ല. പ്രഭാഷണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകളുണ്ട്. നിങ്ങൾ ഒരു ഇത്രയും മുതലാളിത്തത്തിന്റെ കലയാണെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ഉന്നതമായിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാരാണ്, നിങ്ങൾക്ക് മുഖ്യധാരയിലെ ആളുകളില്ല, സാധാരണ മനുഷ്യർ, നിങ്ങൾ തള്ളിക്കളയുന്ന മനുഷ്യരും വെച്ചിട്ട് നിങ്ങൾ സിനിമ ആർട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ സിനിമ തെളിയിക്കുന്നത്. നമ്മൾ ആളുകളെ തെളിയിക്കുന്നത് ഈ അങ്ങനെയാണ്. മുഖ്യമായിട്ട് സിനിമയുടെ സംവാദമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നത്, ലൈവിൽ നടക്കുന്നത് താരങ്ങൾ കാശ് കുറയ്ക്കണമെന്നുള്ളതാണ്. അല്ലാതെ സിനിമ എങ്ങനെ വ്യത്യാസമാണെന്നുള്ളതല്ല. താരങ്ങൾ പൈസ കുറയ്ക്കണം, എന്നാലേ ഞങ്ങൾ പറ്റുള്ളൂ. സമരം നടക്കാൻ പോകാറ്. നിങ്ങൾ എന്തെങ്കിലും താരങ്ങളെ തേടി പോകണം. നിങ്ങൾക്ക് സിനിമ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾ താരങ്ങളെ തേടി പോകണം. നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനാണെങ്കിൽ മാത്രമാണ് താരങ്ങളെ തേടി പോകണം. അങ്ങനെയാണെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് പൈസ കൊടുക്കണം. നമ്മൾ സിനിമ തേടി പോകുന്ന ആൾക്കാരെ ഒരു നിലയ്ക്കും സിനിമ ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ തള്ളിക്കളയാണ്. സത്യത്തിൽ പൊതു ആളുകൾ തള്ളിക്കളയാണ്. ഒരു ഗ്രാമത്തിൽ ഒരൊറ്റ കളി മതി ഇത്തരം അറ്റംപ്റ്റിനെ നിലനിൽക്കാൻ. അത് എന്തുകൊണ്ട് കേരളം പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനങ്ങൾ നിലവിലുണ്ടാക്കുന്ന കേരള അന്തരീക്ഷത്തിൽ നടക്കുന്നില്ല? പ്രൊപ്പഗൻഡ സിനിമയിലല്ലോ നമ്മൾ പറയുന്നത്. ഇത് തെളിയിക്കപ്പെട്ടാണ്. ഇന്ത്യൻ മനോരമയിലായാലോ IFFKയിലായാലോ അല്ലെങ്കിൽ ഓസ്റ്റിൻ ഫെസ്റ്റിവലിലേക്ക് ഇപ്പോൾ അമേരിക്കയിലൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സിനിമയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന സിനിമയല്ല. അപ്പോൾ ആ സിനിമ ഞാൻ ഒരു കാര്യത്തിൽ പറഞ്ഞ് ഇറങ്ങിയിട്ട് വൈകിട്ടാണെങ്കിലും കാവ്യശിക എങ്ങനെ ഏറ്റെടുക്കുന്നാലും സംസാരിക്കുമ്പോൾ അതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ആരെങ്കിലും ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മളും സംബന്ധിച്ചിടത്തോളം നാളെ ഒരു അറ്റംപ്റ്റ് ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ നമ്മൾ ഈ വലിയ വർത്തമാനങ്ങൾ, വലിയ നിരൂപണങ്ങൾ പറയലല്ലോ വേണ്ട. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? നമ്മളൊരു ചെറിയ കാര്യമില്ല. അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പറയുന്നപ്പോൾ ഒരു മിനിമം ഒരു 10 ലക്ഷം റുപ്യ ഉണ്ടാക്കിയിട്ടുള്ള നാടകം ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഈ മാധ്യമത്തിന്റെ വ്യത്യാസമുണ്ട്. മാധ്യമ രീതിയിൽ നമുക്കൊരു 10 ലക്ഷം റുപ്യ ഉണ്ടെന്ന് ചിലപ്പിക്കുന്ന ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഒരു 10,000 രൂപ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പിക്കുക, ഒരു 10,000 രൂപ തരാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം പിടിച്ച പരിപാടി പോലെ. എന്തോ ഒരു സോളോ കളിക്കണമെങ്കിൽ 10,000 രൂപ സോളോക്ക് അത്ര പോരാ, അത്ര പോലും. അത് സിനിമ എന്ന് പറയുമ്പോൾ അത് വേറെ എന്തോ ഒരു തരത്തിലാണ്. അപ്പൊ നമ്മള് തിയേറ്ററിൽ കാണിക്കേണ്ടതാണ്. സത്യത്തിൽ സിനിമ തിയേറ്ററിൽ കാണിക്കേണ്ടതാണ്. പക്ഷെ എന്നിട്ടല്ലാതെ പോലും ഉണ്ടാക്കുന്ന സ്പേസിൽ നമ്മൾ കളിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വരുമ്പോൾ ഇത്തരം ഒരു അറ്റംപ്റ്റ് പലപ്പോഴും വേറെ ആളുകൾക്കും ഉണ്ടാവുന്നില്ല. നമ്മൾ കൈയടിക്കുകയും സ്വീകരിക്കുകയും സമ്മാനം കിട്ടുകയൊക്കെ ചെയ്താൽ, സിനിമയ്ക്ക് സമ്മാനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും എന്തോ വലിയ പ്രശ്നം പിടിച്ച പോലെ. ആർക്കും അത് വേണ്ട. അപ്പൊ അത് കണ്ടംപററി നമ്മുടെ നേരം പോക്കിന് മാത്രമുള്ളതാണ് ആർട്ട് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞു നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി വാദിക്കുന്ന മനുഷ്യര് ഇടം തരാത്തത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഞാൻ ശരിക്കും. അതൊരു എന്നും ഉന്നയിക്കപ്പെടേണ്ട ചോദ്യമാണ്. കാരണം ജനകീയമായിട്ട് ഇപ്പം ഈ പറഞ്ഞ 927 പഞ്ചായത്തുകൾ, ഒരു ജില്ലയിൽ 10 കളികൾ വന്നാൽ തന്നെ 14 ജില്ല 140 ഷോ വരും. വലിയ സാധ്യതകളാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ സിനിമയുടെ പാരലൽ മൂവ്മെന്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കളിക്കാൻ പറ്റുന്ന ഉണ്ടാക്കുന്ന ഒരു പാരലൽ മൂവ്മെന്റ് ചെയ്യുമ്പോൾ 10,000 പാസ് വെറുതെ അടിച്ചു വെച്ചാൽ ഒരു മോഹം വരെ 300 പോയിട്ടുണ്ട്. അപ്പൊ അത് 300 എന്റെ കയ്യിൽ നിന്ന് കുറഞ്ഞു. കാരണം നമുക്ക് തിയേറ്റർ റിലീസുകളിലൊക്കെ കുറച്ച് അത്ര വളരെ കുറവല്ലേ. ചേർപ്പിൽ പോയി, പെരിന്തൽമണ്ണ, വലപ്പാട്, കുറച്ച് തൃശ്ശൂർ ജില്ലയില് ഒരു 8 സ്ഥലത്തോളം, മാപ്രാണത്ത് അവരുടെ സംഘാടന അതിഭീകരമായിരുന്നു. അവരങ്ങനെ
തിയേറ്ററിൽ തന്നെ സിനിമ അത്രയും രീതിയിൽ സംഘടിപ്പിച്ചു എന്നതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, തുറന്നു പറയുന്നത് വിഷമം വിചാരിക്കുന്നത്, ഇവിടെ ഏറ്റവും അധികം എന്ന് പറയുന്ന പുരോഗമനപരമായിട്ട് നിലനിൽക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരാൾക്കാരും സംഘടിപ്പിച്ചില്ല എന്നതാണ്. പെരിന്തൽമണ്ണ ഒഴിച്ച്. പെരിന്തൽമണ്ണ ഗംഭീരാക്കി പെരിന്തൽമണ്ണ അവര് വളരെ ഒറ്റ സ്ഥലത്ത് അല്ല, അതൊറ്റ സ്ഥലത്തും അങ്ങനെ സംഘടിപ്പിച്ചില്ല എന്ന് പറയുമ്പോഴേ നമുക്ക് ഈ പുരോഗമന ചിന്താഗതിയുമായി നടക്കുന്ന ഈ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കത് നടത്താൻ, അവർക്ക് ബോധ്യപ്പെടുത്തിയിട്ട് നടത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിക്കൂടെ? അല്ല അല്ല ഞാൻ പറയുന്നത് പ്രിയനന്ദനം ചെയ്യുന്നല്ല, ഈ പുരോഗമന കലാസാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയർന്ന നേതാക്കന്മാരുണ്ടല്ലോ, ഉയർന്ന ലോകത്ത് ഈ സിനിമ മാത്രമല്ല ഉണ്ടാവണം, നിരന്തരമായിട്ട് ഉള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ട്. ഇനിയിപ്പോ നമ്മള് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ 2022 23 സിനിമ ഉണ്ടാക്കുന്ന പാരലൽ മൂവ്മെന്റ്, സിനിമയുടെ പാരലൽ മൂവ്മെന്റ് വരുന്ന തടവ് പോലുള്ള സിനിമകളുണ്ട്. അത് പ്രിയന്റെ സിനിമ മാത്രമല്ല ഞാൻ പറയണത്, ഈ തടവ് പോലുള്ള സിനിമകൾ നമ്മൾ തന്നെ കാണിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഊർജം വരാണ്ട് സിനിമ മരിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത്തരം സിനിമ പ്രചരിപ്പിക്കാൻ വേണ്ടിട്ടോ ഇവിടെ ഒരു സിനിമാ സംഘടന സമരം ചെയ്യുന്നില്ല. അതിൽ അഭിനയിക്കുന്ന ആളുകള് ബീന ചന്ദ്രന് പോലും ഇവിടുത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാണ് മികച്ച നടിക്ക്. അപ്പൊ അത് കോടികളല്ല, ഈ പ്രതിപ്രവർത്തനം നടക്കുന്നത് കോടികളല്ല, ഒരുപാട് കളക്റ്റീവ് മൈൻഡ്സ് ആണ്, നവീകരണം സംഭവിക്കണം എന്ന് വിചാരിച്ചുള്ള മൈൻഡുകളാണ്, അതേപോലെയുള്ള പ്രസ്ഥാനങ്ങൾ. അപ്പൊ അവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വരുന്ന ആറ്റിറ്റ്യൂഡിന് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ എന്നുള്ളതാണ്. അത് നമ്മളെ എന്റർടൈൻ ചെയ്യിക്കില്ല എന്നാണ് പറയണത്. നമ്മളെ എന്റർടൈൻ ചെയ്യിക്കില്ല. നമ്മളൊരു ഉത്സവത്തിന് പോകുന്ന പോലെ ഇല്ലല്ലോ. ഒരു കല ആസ്വദിക്കാൻ പോകുമ്പോൾ നമ്മള് അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം ആസ്വദിക്കാൻ പോകുമ്പോൾ അത്ര സുഖകരമാവില്ല. ഐസ്ക്രീം വന്നിട്ട് ഇവിടെ നടപ്പാക്കാൻ പറ്റില്ലല്ലോ. ജനങ്ങള് ഈ കച്ചവട സിനിമകളുടെ പിറകെയാണ് ഭൂരിപക്ഷം. അല്ല, അതെല്ലാ കാലത്തും ഉണ്ട്. കച്ചവടം ഇന്ന് ഇല്ലാന്നൊന്നും നടക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് കച്ചവടത്തിനോ അതായിട്ട് ബന്ധപ്പെട്ട ഇല്ലാന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന മൂല്യബോധം നിലനിൽക്കുക എന്നുള്ള വലിയ കാര്യമാണല്ലോ. അപ്പൊ നിലവിലുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന ഒരു ചിന്ത ഉണ്ടാവണ്ടേ. അത് കഥയിൽ ഉണ്ടാവുന്നുണ്ട്, കവിതയിൽ ഉണ്ടാക്കുന്നുണ്ട്, മറ്റെല്ലാത്തിലും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സിനിമയിലും ഉണ്ടാവണല്ലോ, നാടകത്തിലും ഉണ്ടാവുന്നുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് ഈ ചോദിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ നമുക്ക് തെറ്റുപോയെന്നല്ല ഞാൻ പറയുന്നത്. ഇത്തരം രീതി വന്നാൽ തന്നെയാണ് ഇപ്പൊ ഈ പുതിയ തരത്തിൽ വരുന്ന ഈ പാരലൽ മൂവ്മെന്റ്. അപ്പൊ ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ ഈ സിനിമ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ആകർഷണം ഉണ്ടാവില്ലേ? കാരണം ഇവിടുത്തെ ഒരു മുഖ്യധാര സിനിമയിലെ കോസ്റ്റ്യൂം മേടിക്കുന്ന പൈസ കൊണ്ടാണ് ഒരു സിനിമയുടെ അല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ സിനിമ നമ്മളും ഈ ഇത് വെച്ചിട്ടാണ് സിനിമ. നമ്മൾ അവിടെ കിടന്ന് പട്ടിണിയുള്ള രീതിയിൽ അല്ലാണ്ട് ഭയങ്കര ആഡംബരമായിട്ടുള്ള ജീവിതം ജീവിച്ചിട്ടൊന്നുമല്ല. നമ്മൾ ഈ മനുഷ്യരെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഒരു സിനിമ ഉണ്ടാക്കുന്നത്. ഇത് മനുഷ്യരെ മതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ, നമുക്ക് ഇത്തരം പ്രവർത്തനം സംഭവിക്കണമെങ്കിൽ അതൊരു ഇന്നലെ നിലവിലുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥയെ അട്ടിമറിക്കും. അതിന് നമുക്ക് ആളുകൾ വേണ്ട. അവർ തിരിഞ്ഞു നോക്കാതെ പോകാന്ന് പറഞ്ഞാൽ ഞാനെന്നല്ല, എനിക്ക് ശേഷം വരുന്ന ഒരാളെങ്ങനെ തയ്യാറാവുക? അതെന്താ കാരണം എന്നറിയോ? കല എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു റിലീസ് എന്ന നിലയിൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ അത് വീണ്ടും മാനസികമായി ടെൻഷൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ എന്ന് ഇതൊരു പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരുടെ വിഷമം കാണാനല്ല, ഞങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യാനാണ് പോകുന്നത് പറയുന്നത്. ആ മോശപ്പെട്ട വാക്കാണ്. അതൊരു പുരോഗമന ഒരു കവയത്രിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. എന്റേതല്ലാത്തൊരു കാര്യം പറയുന്നത് സമൂഹത്തിന്റെ പൊതുകാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പ്രസ്താവന പൊതുകാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇങ്ങനെയല്ലല്ലോ, നമ്മുടെ ലോകം ഇങ്ങനെയായിരുന്നില്ലല്ലോ. അല്ല, ഈ ലോകത്തെ മാറ്റിമറിക്കുന്നതിൽ ആരായിരുന്നു? ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നില്ലേ? അവരുടെ ജീവിതം പിന്നെ എന്തായിരുന്നുള്ളടത്തല്ല. അവര് പല ആൾക്കാർ ഇപ്പൊ പി ജാനാണ് ഇങ്ങനെ അറിയിച്ച് ജീവിച്ചു അല്ലെങ്കിൽ ഇത് ഇതെന്നോ അല്ലെങ്കിൽ ഒന്നല്ലല്ലോ. അവര് ചരിത്രത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കി എന്നല്ല പഠിക്കുള്ളൂ എന്നും. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ അവരുടെ സെന്റിമെന്റ്സോടെ പഠിപ്പിക്കുക.
അത് മാത്രമല്ല ഈ സിനിമയിലൊന്നും കരച്ചിലിൽ അവസാനിക്കുന്നതല്ല, അതിജീവനത്തിന്റെ ഈ സിനിമകളില് സമാന്തര സിനിമകളെല്ലാം അതിജീവനം ഒരു വിഷയമായിട്ട് പറയുന്നത്. ഈ സിനിമ നമ്മൾ പറയുന്നതെങ്കിൽ നിലവില് ഈ സിനിമയിലെ നായികയില്ലാതെ ഒരു കുട്ടിയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യം പറയണത്, ഇത് കേരളത്തിൽ സംഭവിക്കുന്ന കഥയാണ്. നമ്മളെന്തുകൊണ്ട് അവിടെ പോയി നോക്കുന്നില്ല? നമ്മളെന്താ പറയണത്? നമ്മുടെ ലോകത്തിലേക്ക് അവർ വരണം പറയുന്നത്. അവരുടെ ലോകത്തൊന്ന് മനസ്സിലാക്കണ്ടേ? ആ കുട്ടി തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വീട് മീനാക്ഷി ഞങ്ങൾക്ക് വീടുകൾ പണം തന്നു. അവിടെ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു കക്കൂസം വെച്ച് തന്നു. ഞങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ള കക്കൂസിൽ പോവില്ല. അവര് അങ്ങനെ പോകില്ല, അങ്ങനെ ശീലല്ലേ അവർക്ക്. അപ്പൊ അവിടെ വീട് പണിത് കൊടുത്തത് അല്ലെങ്കിൽ അവർ വീട് പണിത് കൊടുത്തത് നമ്മൾ എന്ത് അവരറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? അവരുടെ ശീലങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? ആ അടുപ്പിൽ തൂറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തൂറണമെന്നില്ലല്ലോ, നമ്മുടെ അടുപ്പിൽ തൂറണം വിചാരിച്ചിട്ട്. അപ്പൊ എന്ത് അതാണ് പറയണത്. അപ്പൊ ഒരു വികസന സങ്കല്പം തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്നതാണ്. നമ്മളെന്ന് പറയുന്നത് നമ്മൾ മോഡേൺ ആണെന്ന് പറയുന്ന ആളുകളാണ്. അവരറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. അതാ കുട്ടി പറയുമ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് വീട് നിർമ്മിച്ചു വെച്ചോ, നിങ്ങൾക്ക് വീട് നിർമ്മിച്ചു തന്നില്ല. പക്ഷെ അവര് ആ വീടിനേക്കാൾ ആസ്വദിച്ച് അനുഭവിക്കുന്നത് അവർക്ക് വേണ്ടത് എന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു നല്ല വീട് ഉണ്ടായതുകൊണ്ട് മാത്രമല്ലല്ലോ, നമുക്ക് നല്ല സമാധാനം അല്ലെങ്കിൽ പിന്നെ നല്ല കിടക്കേണ്ടതായിട്ടൊക്കെ. ഈ ഫിലിമിന്റെ കൺസെപ്റ്റില് സാക്ഷരതയുടെ വലിയൊരു മെസ്സേജാണ് ഇതിനകത്ത് വരുന്നത്. ആ കുട്ടികൾ പഠിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവര്. അപ്പൊ അതിന്റെ ഫിലിം ബേസ് ചെയ്തിട്ടുള്ള പറയാനുഭവങ്ങൾ അവരെ ഷൂട്ട് ചെയ്തെടുക്കാനെടുത്ത, അതായത് അവർക്കുള്ള ഒരു ട്രെയിനിങ് രീതിയാണോ അത് സ്വാഭാവികമായിട്ടും? അല്ല, സാധാരണ രീതിയിൽ നമുക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏത് തരത്തിലുള്ള ആളുകളിലേക്ക് കൊണ്ടുവരും. പ്രത്യേകിച്ച് സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ സത്യത്തിൽ ഒരു സംവിധായകന്റെ കലയാണ്. ഞാൻ ഉറപ്പായിട്ട് പറയുന്നത്. അത് ബാക്കി നമുക്ക് നാടകം പോലെ, നാടകത്തില് നമുക്ക് നടന്മാര് അവസാന പെർഫോമൻസിന് സ്റ്റേജാണ്, നമുക്ക് സംവിധായകനെ കൈവിട്ടു പോകും. ഇത് നമ്മൾ അവരെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും പറ്റും. നമുക്ക് ക്ലോസ് വേണോ, വൈഡ് വേണോ, മിഡ് വേണോ, എന്താണ് വേണ്ടതെന്ന് ഒരു ഡയറക്ടർ തീരുമാനിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ മേഖലയിലേക്ക് അറിഞ്ഞു വന്നുകൊണ്ട് അതിന് തയ്യാറാവണമെങ്കിൽ നമ്മളുടെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് നിലനിൽക്കുന്ന കുട്ടികളെ അവർ ഭീഷണിപ്പെടുത്താതിരുന്നാൽ മതി, പേടിപ്പിക്കാതിരുന്നാൽ മതി, തിയറി അല്ലാണ്ട് പഠിപ്പിക്കാതിരുന്നാൽ മതി. സ്വാഭാവികം അവർക്ക് പേടിയില്ല. അപ്പൊ നമ്മളോട് ആ എക്സ്പ്രഷൻ അവർ പങ്കിട്ട് തരും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ മനുഷ്യരും എങ്ങനെയാ. അപ്പൊ നമ്മളിപ്പോ ഒരു സൂപ്പർ ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരു പേരെടുത്ത നടന്റെ കൂടെ ഫസ്റ്റ് വരുമ്പോഴേക്കും നമുക്ക് അനാവശ്യമായ ഇത് തരാം. അയാൾ മനുഷ്യൻ നല്ല പാവമായിട്ടുള്ള ആളാവും. ഫ്രസ്ട്രേഷൻ അപ്പൊ തന്നെ മുഖം ഇങ്ങനെ ഇരിക്കണ്ടാവും. ക്ലോസപ്പ് വെച്ച് കഴിഞ്ഞാൽ പേടിച്ച പോലെ ഇരിക്കും. നമ്മൾ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഭക്ഷണം കഴിച്ചു, ഒരേ സമയത്തുള്ള ഒരേ ഒക്കെ കഴിഞ്ഞ ഒരു 4-5 ദിവസം നന്നായിട്ട് ട്രെയിൻ ചെയ്യിക്കാനും നമുക്ക് അപകടങ്ങളത്തിന് കഴിയുന്നതാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് കാരണം ബേസിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേസ് എപ്പോഴും നമ്മൾ പറയില്ലേ, നാടകമാണ് ബേസ് എന്ന് പറഞ്ഞാൽ. നാടകം കളിച്ചത് മനുഷ്യന് നാടറിയാം, മനുഷ്യനെ അറിയാവുന്നതാണ്. അതെന്തെന്ന് വെച്ചാൽ മണ്ണി ചവിട്ടിയിട്ടുള്ള പരിപാടിയാണല്ലോ. മറ്റൊറ്റടിക്ക് നമ്മൾ ഇതൊന്നും അറിയാത്ത ഒരാൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആഡംബരം കൊതിച്ചിട്ടാണ്. 2 ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. നമ്മൾ സിനിമയിലേക്ക് വരുന്നത് പറഞ്ഞ് ഒരുപാട് പൈസ ഉണ്ടാക്കാനും എന്നുള്ള ധാരണയാണ്. പലപ്പോഴും സിനിമയിലേക്ക് ആൾക്കാർ വരുന്നത് കാശ് ഉണ്ടാക്കാന്ന് മാത്രമാണ്. പോപ്പുലാരിറ്റി എന്തായാലും കിട്ടും, ഉറപ്പാണ്. കാരണം ഇപ്പൊ മാഷ്ക്ക് അറിയാലോ, നമ്മൾ 100 കണക്കിന് നാടകത്തിലെ നടനായിട്ട് ഞാൻ സമ്മാനം കിട്ടിയുള്ള നാടകത്തിൽ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടില്ല. ഒരു കാരണത്തിന് 2002 എന്താ പറയുക, നെയ്ത്തുകാരനെ വടകിട്ടിയോട് കൂടിയിട്ട് ഉദ്ഘാടന പരിപാടികളുള്ളൂ. അപ്പൊ ഇത്ര നാടകം കഴിച്ച് നമ്മളാരും വിളിച്ചിട്ടില്ലെന്ന്. ഒരു സിനിമ കഴിഞ്ഞപ്പോ ഞാൻ ആദ്യമായിട്ട് അല്ല അതല്ല മൂലധനത്തിന്റെ സിനിമ ചെയ്യണമെങ്കിൽ മൂലധനമാണ്, അത് മുതലാളിത്തത്തിന്റെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അതോടെ പറയണത്, നമ്മൾ ഈ പോപ്പുലാരിറ്റിയുടെ പുറത്തല്ലേ. അപ്പോൾ നമ്മൾക്ക് ആൾക്കൂട്ടങ്ങളെ ഉണ്ടാക്കുന്ന ആൾക്കാരെ വേണ്ടു. കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം നാടകത്തിന് സിനിമയും കാണുന്ന മനുഷ്യരുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം അതാണ്. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുകയാണ്. നമ്മളങ്ങനെ എവിടെയാണ്, ആകാശത്താണ്, ഇവരെ തൊടാൻ പറ്റില്ല, ഇവരോടൊപ്പം ഇരിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടാക്കുകയാണ്.
അങ്ങനെയാണ് കാര്യം വരുന്നത്. മീഡിയ അങ്ങനെ തന്നെയാണ് സമീപിക്കുന്നത്. അപ്പൊ അത് എന്തിനാണ് നമ്മൾ വേറൊരു രീതിയിലേക്കുള്ളതാണ്, അത് നമ്മളുടെ ഒരു തരത്തിലുള്ള തെറ്റാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും എന്താണ് ബ്രാൻഡ് ചെയ്യുന്നത്, പല വൈജ്ഞാനിക പരിപാടിയും പറയുന്നത് ഈ ബ്രാൻഡ് നെയിമിൽ വെച്ചിട്ടാണ്, അല്ലാതെ വേറെ ഒന്നും അതല്ല. അവര് വന്നു കഴിഞ്ഞാൽ ആൾക്കൂട്ടം ഉണ്ടാവും എന്നുള്ള ഒരു തോന്നലാണ്. ഈ ആൾക്കൂട്ടം മാത്രമല്ലല്ലോ, ഈ ആൾക്കൂട്ടങ്ങൾ മാത്രമൊന്നല്ലല്ലോ ഇവിടെ പലപ്പോഴും പല കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് മാറ്റം വരുന്നത്. ഈ ദബാരിക്കുരുവി പോലുള്ള ആ സിനിമ ഇപ്പൊ ഒരു അവിടുത്തെ ഒരു കഥാപാത്രങ്ങളെല്ലാം നാട്ടില് ചിത്രീകരിക്കുന്നത് എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അതല്ല, എന്തുകൊണ്ടാണ് അവിടെ ആ ഏരിയ തിരഞ്ഞെടുക്കാൻ കാരണം? അല്ലാതെ അവരുടെ കഥ പറയുമ്പോൾ അവരുടെ രീതിയിൽ ചെയ്യാന്നുള്ളത്, അവരുടെ കഥ പറയുമ്പോൾ അവർ തന്നെ അഭിനയിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമുക്കത് കൊമേഴ്സ്യലി പർപ്പസ് വിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പെയിന്റ് ചെയ്യാം, നായികയെ കൊണ്ടുവന്നിട്ട് കറുത്ത പെയിന്റ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലതും. ഇവിടെ നടന്നിട്ടുള്ള 90% സിനിമകളിൽ പെയിന്റ് അടിച്ചിട്ട് കൊണ്ടുവന്നവരുള്ളൂ നമ്മൾ. അപ്പൊ അതെന്താണ് അത് അങ്ങനെ ധൈര്യം ആരും കാണിച്ചിട്ടില്ല. ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ഇല്ലാത്ത ആൾക്കാരൊന്നും കൊണ്ടുവന്നിട്ട് ചരിത്രത്തിൽ അങ്ങനെ ആരും കാണിച്ചിട്ടില്ല, ധൈര്യം കാണിച്ചിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അത് നമുക്കറിയാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് രീതിയിലൊന്നും നമ്മൾ പോയില്ലെന്നറിയാം നമുക്ക്. പക്ഷെ ഇവരും വേണ്ട നമ്മുടെ സമൂഹത്തിൽ ഇവരെയും വെച്ചിട്ട് സാധ്യമാണെന്ന് തെളിയിക്കുന്നത്ര എളുപ്പമല്ലല്ലോ. നമ്മളതല്ല കാണിക്കുന്നത്. നമ്മൾ പറയണത് നമ്മളുടെ മുഖ്യധാര ആളുകൾ, മുഖ്യധാര സിനിമകള് എല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളൂ. ഈ അട്ടപ്പാടിക്കാരെ കുറിച്ച് പറയണത് അങ്ങനെയാണ്. എന്തൊരു അട്ടപ്പാടിയാടാ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അട്ടപ്പാടിയിലേക്ക് നാട് കടത്തണം. അപ്പൊ ഈ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നാട് കടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ നിങ്ങളെ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഇടാണ് എന്നല്ലേ വരുന്നത്. അതല്ല പൊതുസമൂഹം കരുതുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് അട്ടപ്പാടിയിലാണ് നമ്മൾ ഏറ്റവും രത്നങ്ങളെ കൊണ്ടാണ് ഈ സിനിമ ചെയ്യുന്നതാണ്. അത് ആ ഫിലിം അവര് ബിഹേവ് ചെയ്യുന്ന രീതി കണ്ടാൽ അറിയാവുന്നതാണ്. അപ്പൊ നമ്മള് പാടി അഭിനയിക്കുന്ന സമൂഹത്തിലുള്ള ആൾക്കാരോട് നമ്മളെന്താ പറയുന്നത്, നമ്മളെന്താ പറയണത്, നിങ്ങൾ അവഗണിക്കപ്പെടുന്ന തള്ളിക്കളയുന്ന മനുഷ്യരുടെ ഉള്ളിൽ ആർട്ടുണ്ട് എന്നല്ലേ നമ്മള് ഈ സിനിമയിലൂടെ പറയുന്നത്. പിന്നെന്താ 100% നമ്മൾ ഈ സിനിമ തെളിയിക്കുന്നത് അതാണ്. അപ്പൊ അതൊരു സാമൂഹ്യ പാഠമാണ്. നിങ്ങൾ ഒരു മനുഷ്യനെ തള്ളിക്കളയരുത്, നിങ്ങൾ ഒരു മനുഷ്യരെ അവഗണിച്ച് വിടരുത്. നിങ്ങൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ ഇത് വരുന്ന സ്ഥലത്ത് മാത്രം സിനിമ പഠിച്ചാലോ അഭിനയം പഠിച്ചാലോ മാത്രമാണ് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ധാരണയുണ്ട്. ശരിയല്ല, കണ്ടെത്തുക അതിന് ഒപ്പുണ്ടാവുകയാണ്. അതാണ് ഞാൻ പറയണത്. ഇങ്ങനെ ഒരു പ്രതിപ്രവർത്തനത്തിന് ഒരു കലാസംഘത്തിനോ അല്ലെങ്കിൽ ഒരു കാവിശിക്കെ പോലുള്ള ആളുകൾ ഒപ്പം ഉണ്ടാവുകയാണ്. അതാണ് സത്യം. അപ്പോഴാണ് ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നത്. ഒറ്റയ്ക്കല്ല എന്ന് തോന്നി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴൊരു സംഘബോധം വരാം. അത് നിസ്സാര കാര്യമുള്ളൂ ശരിക്കും. അത് മാത്രമല്ല, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക്, പ്രൊഡ്യൂസേഴ്സിന് തന്നെ ഭയങ്കര പ്രചോദനമാണ്. കാരണം സമാന്തരമായ സ്ക്രീനിങ്ങുകൾ കേരളം ഏറ്റെടുക്കപ്പെടുന്നിടത്താണ് വേറൊരു പ്രൊഡ്യൂസർക്ക് തോന്നുന്നു ഇതുപോലെ ചരിത്രപരമായിട്ട് പൈസ ഇറക്കാൻ തോന്നുന്ന ഒരു സംഭവം. അനേക സാധ്യതകളുള്ളൊരു ഏരിയയാണ് നമുക്ക്. പുകാസ പോലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാത്രമല്ല അറ്റംപ്റ്റിലൂടെ പുറംതിരിയുമ്പോ ഞാനാണെങ്കിൽ പോലും എന്ത് ചെയ്യും, ഞാനാണെങ്കിൽ എന്ത് ചെയ്യും. ഇപ്പൊ എനിക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. ഞാൻ ഇപ്പൊ വേറൊരു തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളല്ല. നമ്മൾ ഇതിനോടൊപ്പം വരുന്ന ആളുകളാണ്. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മള് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത വരുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ നമ്മൾ നിരാശ ഉണ്ടാവുമല്ലോ. മനുഷ്യരായ സമയത്ത് നമുക്ക് നിരാശ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കാൻ പറ്റും. ക്രിയേറ്റിവിറ്റി വലിയ വിഷയമാണ്. ക്രിയേറ്റിവിറ്റി ഇല്ലാതെ ഇപ്പൊ സമ്പത്ത് മാത്രമുണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ക്രൈസിസ് ഭയങ്കരമാണ്. പിന്നെ കേരളത്തിന് ഇപ്പൊ അമ്മ അറിയാൻ മുതലുള്ള ഒരു ചരിത്രമുണ്ട് പാരലായിട്ട്. ഒരുപാട് ചരിത്രമുണ്ട്. 76 മുതല് സമാന്തര സിനിമകള്, സമാന്തര സ്ക്രീനിങ്. ഇതൊരു 100 സ്ക്രീനിങ് ഇത് ഒരു 100ഓളം സ്ക്രീനിങ് കഴിഞ്ഞിട്ടില്ലേ? പുറത്ത് നമ്മൾ IFFK വന്നു, ഗോവ ഫെസ്റ്റിവല്, പുറത്ത് വിദേശങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകളൊന്നും പറയൂ. എത്ര സ്ഥലങ്ങൾ കളിച്ചു എന്നുള്ളത്? നമ്മളിത് ആദ്യം പ്രദർശിപ്പിക്കുന്നത് ഇന്ത്യൻ മനോരമയിലാണ്, ഗോവയിലാണ്. ഗോവയിലാണ് 2022. ഗോവയിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ ജോൺ അബ്രഹാം അവാർഡ് കിട്ടിയത് 2020. അത് ഞാൻ ഈ വട്ട 2022 അപ്പൊ അത് നമ്മൾ അയച്ചിട്ടില്ല. മീനാക്ഷിയൊക്കെ വന്നു. അതൊരു വേറൊരു സംഭവമാണ്. കേരളം വിട്ട് ആദ്യത്തെ സഞ്ചാരം.
ആ കുട്ടികള് കേരളം വിട്ടിട്ടുള്ള ആദ്യത്തെ സഞ്ചാരമാണ്. അത് വലിയ കാര്യമായി. അപ്പൊ അത് ഗോവയില് അവരൊരു 5 നക്ഷത്രത്തിന്റെ ഹോട്ടലിൽ പോലും താമസിക്കാന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രത്തിൽ ഉണ്ടാവില്ലല്ലോ. അത് അങ്ങനെ ഉണ്ടല്ലോ. ഈ ഫിലിം ഫെസ്റ്റിവലിന് നമുക്ക് അവര് അത്രയും സൗകര്യങ്ങളാണ്. നമ്മൾക്കിപ്പോ താജിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ ഞാൻ ഈ കുട്ടികളെ കൊണ്ടുപോയി, അവരെ 3 പേരെ അവരെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് 4 പേരെ അതിനുള്ളിൽ താമസിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനെ കൊണ്ടുപോയി 3 ദിവസം. പിന്നെ ആ ഗോവി കൊണ്ടുപോയി. അപ്പൊ കാരണം നമ്മൾ അവരിലൂടെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മീനാക്ഷിയുടെ ഇന്റർവ്യൂസിൽ പറയുന്നത്, ഞാൻ പറയുന്നതല്ല, മീനാക്ഷി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കലും അട്ടപ്പാടി എന്ന് പറയാറില്ല എന്ന് പറഞ്ഞില്ലേ. എനിക്കിപ്പോ അട്ടപ്പാടി എന്ന് പറയാനുള്ള ധൈര്യം ഈ സിനിമ തന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമില്ല. PG-ക്കല്ലേ അവള് പഠിക്കുന്നത്, PG. അതൊരു ചെറിയ കാര്യമില്ലല്ലോ. അവര് മോശക്കാരില്ലാന്ന് തെളിയിക്കാൻ അവർക്കൊരു ഇടം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. പക്ഷെ അപ്പൊ അങ്ങനത്തെ സാധ്യത നിലനിൽക്കുന്നുണ്ടാണ്. ഇപ്പൊ പ്രിയനന്ദനാണെന്നല്ലോ. ഇപ്പൊ നമുക്ക് ഞാൻ എഴുത്തുകാരന്റെ ടിക്കറ്റ് വിൽക്കാൻ സാധ്യമാവുന്നത്, എനിക്ക് ടിക്കറ്റ് വിറ്റ് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് നമ്മള് നാടകം കളിച്ചാന്നുണ്ടാ. നമ്മള് നാടകം കളിച്ച് ഓരോ വീട്ടുകളിലും പോയി ഓരോ മനുഷ്യരെ 10 രൂപ മേടിച്ച് 20 രൂപ മേടിച്ച് സംഭാവന വാങ്ങിച്ച് പരിചയമുള്ളതുകൊണ്ടാണ് ആ ഒരു ഉണ്ടാവും എന്നൊരു തോന്നൽ നമുക്ക് വരുന്നത്. ഞാൻ ആ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ടിക്കറ്റ് അടിക്കാൻ തോന്നുമായിരുന്നില്ല. നമുക്ക് അങ്ങനെ തോന്നില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിച്ചെന്താണ്, പാരലൽ മൂവ്മെന്റ് ഉണ്ട്. അതെന്താണ്, ഒരുപാട് വിജയിച്ച പടമല്ല, ജോൺ വഴി തുറന്നിട്ടുകൊണ്ടാണ്. ജോൺ അങ്ങനെ ഒരു വഴി നമുക്ക് തുറന്നിട്ടത് കൊണ്ടാണ് എനിക്കത് പിന്തുടരാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് മുമ്പ് വഴി വെട്ടിപ്പോയ മനുഷ്യരുണ്ട്. പിന്നെ ഈ ഒരു കേരളത്തിന്റെ ഒരു പുരോഗമന പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഒപ്പം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം പഴയ അഭിനയവരുണ്ട്. അല്ലാന്ന് വെച്ചാൽ ഒരു ഗ്രാമം മുഴുവൻ ഏറ്റെടുക്കാൻ പറ്റാവുന്ന ഒരു സാമൂഹ്യ അവബോധത്തിന്റെ മൈൻഡ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്ക് അതാണ് പ്രശ്നം. നമ്മുടെ ഒരു മൈൻഡ് നമുക്കിപ്പോ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി പോകുന്ന ഒരു കാര്യങ്ങൾ കെട്ടുകാഴ്ചകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പാരലൽ മൂവ്മെന്റ് പ്രവർത്തനങ്ങളെ ഇല്ല. അപ്പൊ നമ്മൾ വെറും ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ, ഒരു കാർണിവൽ മൂഡ് സൃഷ്ടിക്കുക എന്നുള്ള കാര്യമാണ്. സത്യത്തിൽ ഒരു 10 പേര് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഇടാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയുന്നത്. നമ്മളല്ലാതെ ഒരുപാടില്ല. ഇവിടുത്തെ ക്ലാസിക്കൽ കലകളും കൂടെ 100 ദിവസം കൂടി ഹിറ്റ് ആവുന്നതാണോ? നമുക്ക് ഏതെങ്കിലും തരത്തിൽ വരുന്നതൊക്കെ അങ്ങനെയുള്ളതല്ലല്ലോ. നമുക്ക് അങ്ങനെ വരാൻ പറ്റുമോ? നമുക്ക് അത്ര ജനപ്രിയതമാണ് അല്ലെങ്കിൽ ഇതാണെന്ന് പറയുന്നത് മാത്രമല്ലല്ലോ. ഏറ്റവും കടപ്പെട്ടതാണെന്ന് തോന്നുന്ന മൂല്യബോധമുള്ള പുസ്തകങ്ങളൊക്കെ 5 10 ചിലപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ചിലപ്പോൾ എഡിഷനൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരുപാട് അപ്പോഴും അതിൽ പോപ്പുലാരിറ്റി കൊമേഴ്സ്യലി മൈൻഡ് ഇല്ലാത്ത പുസ്തകങ്ങളൊന്നും ആവണമെന്നില്ല. അത് നമ്മൾ പഠിക്കാനുള്ളതൊന്നല്ലല്ലോ, അത് രസിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നത് മാത്രമല്ല. നമുക്ക് അന്വേഷിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങളൊക്കെ ചിലപ്പോൾ 1000 കോപ്പിന്റെ വിറ്റ് പോയി എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. പക്ഷെ അത് അച്ചടിക്കാൻ തോന്നാവുന്ന ഒരു മൈൻഡ് നമ്മൾ നിരന്തരം ഉണ്ടാവണം എന്നുള്ളതാണ്. ആ നൈരന്തര്യം ഉണ്ടായില്ലെങ്കിൽ ഈ പേരിലേക്ക് പോകും. ഇത്തരം മൈൻഡില്ലാത്ത ആളുകൾ പിന്നെ പെട്ടു, ഞാൻ എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പൊ എന്താകും, നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് മാത്രം പിടിച്ച് എന്തെങ്കിലും ചെയ്ത് നമ്മൾ അതിനോട് പോകും. എന്നിട്ട് പിന്നെ അപ്പൊ അവരും ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറിപ്പോകണം. അപ്പൊ അങ്ങനെ സമാന്തരമായ ഒരു വഴി ഉണ്ടെന്നുള്ളത് ഇല്ലാണ്ടായി പോകണം. നിങ്ങൾക്കൊരു പൊതു വഴിയുള്ളൂ എന്ന് തോന്നൽ വരും. നമ്മളെപ്പോഴും പറയുന്നത് പാരലായിട്ട് നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടെന്നാണല്ലോ. അതില്ല എന്ന് തോന്നിപ്പിക്കാനും പറ്റുന്നതാണ്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സിനിമ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ എന്താ പറയുക, അത് ആളുകളെ രസിപ്പിക്കാനാണ്, നേരം പോകാൻ വേണ്ടിട്ട് മാത്രമാണ് എന്ന് പറയാൻ നടത്തണം നിൽക്കുന്നത്. വയലൻസ് ഒക്കെ കൂട്ടിപ്പിടിച്ച് കച്ചവടം ചെയ്യുന്ന അല്ല, അതിന് മൊത്തം എങ്ങനെയാണ്. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതി വരുന്നു, പിന്നെ അതിന്റെ മാർക്കറ്റിലേക്ക് വരുന്നു, എന്നിട്ട് കൊമേഴ്സ്യലി ഇത്തരം വരുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പാരലൽ മൂവ്മെന്റിന്റെ ആളുകളൊക്കെ മാറിപ്പോവാണ്. അപ്പൊ നമ്മള് ഒരു കൊമേഴ്സ്യൽ രീതി ആലോചിച്ചാൽ മതി. ഒരു കമ്പനി, ബ്രാൻഡഡ് കമ്പനി ഈവന്റ് മാനേജ്മെന്റ് അവാർഡ് ദാനങ്ങളാണ്. അപ്പൊ മികച്ച പ്രണയ ജോഡി, മികച്ച ഇത്, അപ്പൊ എന്ത് തരത്തിലുമാണ് ആൾക്കൂട്ടത്തിന് വരിക. ആ ആൾക്കൂട്ടത്തിനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതിന് മാർക്കറ്റാണ്. നയൻതാരയുടെ കല്യാണം ഒരു ചെയ്ത പോലെ, വേറെ ആരും കല്യാണം കഴിക്കാത്ത പോലെയാണ്, നെറ്റ്ഫ്ലിക്സ് എടുക്കുന്ന പോലെ. വേറെ അപ്പൊ താരങ്ങളുടെ കല്യാണം അതും മാർക്കറ്റ് ചെയ്യുക, അത് സ്പോൺസർ ചെയ്യുക. അപ്പൊ സ്പോൺസേർഡ് പരിപാടി നോക്കാം. സിനിമ വ്യവസായ നിലവാണ്. സിനിമ വ്യവസായ നിലവാണ്. വ്യവസായം ഉണ്ടായിക്കോട്ടെ, ഇല്ലെന്ന് പറയാൻ ആയിക്കോട്ടെ. വലിയൊരു വിഭാഗം ആ ചിന്തയിൽ കൂടിയാണ് ഈ കലാനെ
അല്ല അത് മാത്രമല്ല, ഇപ്പൊ സിനിമ നമ്മൾ വല്ലതൊന്നും പറയുന്നില്ല. അപ്പൊ പാരലൽ മൂവ്മെന്റ് സിനിമ ഒക്കെ തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ അതിലൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ദലീഷ് പോലെയുള്ള ഈ സിനിമാ നിരൂപകർ പറയുന്ന ഒരേ ഒറ്റ സെൻറ്റൻസ് ഉണ്ട്, ഫിലിം ഈസ് എ ക്രിയേറ്റീവ് ആക്ട് എന്നാണ് പറയുന്നത്. ഡോസ്റ്റോവസ്കി നോവൽ എഴുതുന്നതിൻ്റെ ഗൗരവം തന്നെ വേണം സിനിമ എടുക്കുന്നവർക്കെന്നുള്ള രീതിയിലാണ്. ഗംഭീര തീസിസാണ് പുള്ളിയുടെ. എന്റർടൈൻമെന്റ് ആക്ട് അല്ല പറഞ്ഞത്, ക്രിയേറ്റീവ് ആക്ട് എന്ന് പറഞ്ഞത്. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എടുത്തോ, അവരൊക്കെ ആദ്യം കലാനെ സ്നേഹിച്ചു വന്ന ആൾക്കാരാ, പിന്നീട് അവരൊക്കെ വലിയ വ്യവസായികളാ. അല്ല, ബിസിനസ്സിന് വേണ്ടെന്നൊന്നും ഞാൻ ഒരു കാരണവശാലും പറയില്ല. കാരണം എന്താണെങ്കിലേ, ഈ നമ്മൾ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ നിലനിൽക്കുക എന്ന് പറയണമെങ്കിൽ നമ്മളുടെ ഒരു പ്രാകൃത കമ്മ്യൂണിസം നിലനിൽക്കുന്ന കാലമൊന്നുമല്ലല്ലോ. നമ്മൾ ഉത്പാദിപ്പിക്കുന്നു, അങ്ങോട്ട് നമ്മുടെ അരി കൊടുക്കുന്ന അങ്ങനെയൊന്നും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബിസിനസ് ഉണ്ടാവും. ഈ ബിസിനസ് ഉണ്ടാവണം, അത് നിലനിൽക്കണം, നമുക്ക് അതിന് നികുതി കിട്ടണം, രാജ്യം ഭരിക്കണം, പാലുണ്ടാവണം, ഇത് ചെയ്യണം, സാമൂഹ്യ പ്രവർത്തനം ഒക്കെ ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും. പക്ഷെ പേരലായിട്ട് ഇതേ പറഞ്ഞ മാതിരി നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ വായനശാല നടത്തുന്നത് ലാഭകരമല്ല. വായനശാലകളിൽ ഇപ്പോ യോഗ ക്ലാസ്സുകൾ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഡാൻസ് ക്ലാസ്സുകൾ. അവിടെ വായിക്കാനായിട്ട് ആളുകൾ ഒരുപാട് വരുന്നില്ല. അല്ല, അത് ആൾക്കൂട്ടങ്ങളെ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ആധിക്യം നോക്കിയാൽ ആൾക്കൂട്ടങ്ങൾ എത്രയോ ഓടി ഓടി ഓരോ ഇടങ്ങളിലേക്ക് അവര് ഓരോ ഫെസ്റ്റിവലിലേക്കും ആൾക്കൂട്ടങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മനുഷ്യത്വമുള്ള ഒരു വായന നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല, അതില് ഇപ്പൊ നമ്മളിപ്പോ ഇന്നലെ പറഞ്ഞില്ലേ, ഈ 10 പേര് ഒരു പുസ്തകം ചർച്ച ചെയ്യുമ്പോ വേറെ തരത്തിൽ നമ്മളടക്കം മാറ്റം വരുന്നില്ല. അത് പണ്ടൊക്കെ വായനശാലകൾ ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിന് ആളുകളില്ലോ എന്നാണ്. വേണ്ട, 10 പേരെ വേണ്ടു എന്നാണ് ഞാൻ പറയണത്. നമ്മൾ ഇത്ര എല്ലാ പരിപാടിക്കും വലിയ ആൾക്കൂട്ടം ഉണ്ടായിട്ട് എന്താ കാര്യം? പലപ്പോഴും നമ്മൾ പറയുന്നത് വലിയ ആൾക്കൂട്ടങ്ങളല്ല, നമ്മൾ 10 പേര് ഇരുന്ന് സംസാരിക്കുന്നത്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സാമൂഹ്യ അവബോധം ഇപ്പൊ നമ്മൾ പഠിക്കുന്നു. നമ്മൾ പറയണത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു നാടകം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ നാടകം കണ്ടിട്ടാണ് സമുദായം അറിയുന്നത്. അല്ല, ഈ മനുഷ്യര് MRP ആയാലോ EMS ആയാലോ വീട്ടിയാലും ഒരുമിച്ചിരിക്കുകയാണ്, ഇടക്കൊന്നിലും ഒരുമിച്ച്. ഈ മനുഷ്യർ ഒന്നിച്ചു കൂടുമ്പോ തന്നെ ഇത് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് അറിഞ്ഞു ഇവരെന്തിനും ഒരുമിച്ചിരിക്കുന്നു എന്ന്. അല്ലാണ്ട് ഇവിടെ 100 ദിവസം ഓടി ഹിറ്റായിട്ടാണ് ഒരു സമുദായം പരിഷ്കരിച്ചത് ആണോ? ഇല്ല, അതിന് തയ്യാറാവുന്ന ഒരേ ഒരാൾ മതി. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഇവിടെ 10,000 അരങ്ങുകൾ കളിച്ചിട്ടല്ല ഒരു നാടകം സമുദായത്തെ മാറ്റിയത്, നമ്മുടെ ചരിത്രത്തെ മാറ്റിയത്. മനുഷ്യർ ഒന്നിച്ചിരുന്നുകൊണ്ടാണ്. അതെന്താ നമ്മൾ മറക്കാത്തത്? മാത്രമല്ല, അതിനൊരു സാമൂഹ്യ നീതി വേണമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരുമിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ എന്നിട്ട് ഈ രീതിയിലേക്കാണ് ആളുകൾ ഇതായി പോണത്. ഞങ്ങൾ പലപ്പോഴും ഇവിടെ ആലോചിക്കാറുണ്ടാവും. ഞങ്ങൾ പല നാടകങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ വല്ലച്ചറ ഗ്രൗണ്ടിൽ നമ്മൾ കളിച്ച വലിയ ആൾക്കൂട്ടം വരും. സ്കൂളിൽ കളിച്ചാൽ ആവശ്യത്തിന് ആളുകൾ വരും. അപ്പൊ നമ്മൾ അവിടെ വലിയ ആൾക്കൂട്ടത്തിൽ ഈ ഇത് കാണണം അറിയണം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കളിക്കാറ് അസ്ഥിയിൽ തൊട്ടവര് വരും. അസ്ഥിയിൽ തൊട്ടവര് വരും. അവര് വന്നാൽ മതിയല്ലോ, ബാക്കി എന്തിനാ കാര്യം? നമുക്ക് ആ രീതിയിലുണ്ടാക്കുന്ന കാര്യങ്ങളുള്ളൂ. ഇതില് ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു മത്സര പരീക്ഷയുണ്ട്. അതില് ആ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു ചോദ്യം കഥ എഴുതാനായിട്ട് കൊടുത്ത സബ്ജക്റ്റിൽ വിഷയം കൊടുത്തത് പേന എന്നാണ്. പേന വിദ്യാർത്ഥികളാണ് ഹൈസ്കൂൾ തലത്തിലുള്ള. അതിന്റെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ മൂല്യനിർണ്ണയം നടത്താനായിട്ട് തന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അങ്ങനെ ഞാനത് 39 ഹൈസ്കൂൾ വിദ്യാർത്ഥികളും 45 UP സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു ഭാവന പോയിട്ട് സർഗാത്മകതയും ഭാവനയും ഇല്ലാത്തൊരു സമൂഹമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. തികച്ചും ബോധ്യപ്പെട്ടിട്ടില്ല. ഇന്നലെ ബോധ്യപ്പെട്ടൊരു സാധനമാണ് പേന എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പേന എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത്തരം അവസ്ഥയിൽ ഒരു ഭാവനാപൂർവമല്ലാത്തൊരു സമൂഹം, സർഗാത്മകത ഇല്ലാത്തൊരു സമൂഹം, നമ്മളിൽ നമ്മൾ പറയുന്ന നമ്മളിൽ പോലും അത് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടോ, ഫിൽട്ടർ ചെയ്ത് പോകുന്നു എന്ന് പോലും സംശയിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രിയന്റെ ഇത് ഈ പറയുന്ന ഞാൻ ഇതുവരെ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു, ഒരു വിലാപമായിട്ട് തീരുന്നു.
കുട്ടികൾ അങ്ങനെ ആവുന്നതിന് അത് കാരണം കൂടുതൽ ഈ കുട്ടികളാണ് മുതിർന്നിട്ടാണല്ലോ പിന്നെ ഈ സമൂഹം അതിന് കാരണക്കാരാരാണ്? ആരാണ് കാരണന്മാരല്ലേ? എന്നിട്ട് കുട്ടികളെ കുറ്റം പറയണത്? അതിന് പരിശീലനം കൊടുക്കുന്ന അവരെ തുറന്നു വിടുന്നില്ല, മറ്റുള്ള ആളുകളെ അടുപ്പിക്കുന്നില്ല, 100% മാത്രം മാർക്ക് കിട്ടണം. ഒറ്റത്തവണ മത്സരം ബ്രോയിലർ കോഴികളായിട്ട് ഇങ്ങനെ വളർത്തുന്നതുകൊണ്ടുള്ള കുഴപ്പം അത്. നിങ്ങളൊരു പരിധി കഴിഞ്ഞ് കൊത്തി മാറ്റി അവരവരുടെ വഴി നടത്തേ. മണ്ണിൽ തൊടണില്ലേ? ആ, അവർക്ക് മനസ്സിലാവില്ല ആരാണ് റാഞ്ചാൻ വരുന്നത്, ആരാണ് കൊത്താൻ വരുന്നത് മനസ്സിലാക്കുന്നില്ല. ഇതിന് വളരെ ബന്ധപ്പെട്ട ആൾക്കാർ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞിനെ ആവശ്യപ്പെട്ട ഒരു സാധനം അപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കല്ലേ? ഒരു മനസ്സത് നിങ്ങൾ അപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കല്ലേ? അപ്പൊ എന്താ വെച്ചാൽ അത് ശീലിച്ചു പോവാണ്. പിന്നെ വയലൻസ് ആണ്. പിന്നെ അതിന്റെ വയലൻസ് നിലനിൽക്കുന്ന രീതിയിലേക്ക് മാറുക. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ പഴയ നമ്മുടെ കാലത്ത് നാട് വിട്ട് പോകുന്ന മനുഷ്യന്മാരാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. എന്റെ കുട്ടിക്കാലത്ത് നാട് വിട്ട് പോകുന്ന ആളുകളുണ്ട്. കുട്ടികളെ അങ്ങനെ ഭയങ്കരമായിട്ട് വെറീഡായിട്ട് ചിന്തിച്ചു പോകുന്ന കാര്യങ്ങളുണ്ടായിരുന്നില്ലേ? ഇപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള സംഭവം അവരെ പേടിക്കുന്നതാണ്. കള്ളുഷാപ്പിൽ പണ്ടൊക്കെ എങ്ങനെയാ നമ്മൾ നോക്കുമ്പോ കാരണന്മാരുണ്ടോ എന്ന് കേട്ടൊക്കെയാണ് ഞാനൊക്കെ കള്ളുടിക്കാൻ പോകാനുള്ള സമയത്ത് അയ്യോ അച്ഛൻ അങ്ങനെ ഉണ്ടോ വേറെ ആൾക്കാരോട്. ഇപ്പൊ നമ്മൾ പിള്ളേരുണ്ട് നോക്കിയിട്ടുണ്ട്. ചക്കനങ്ങനെ അവിടെ ഉണ്ടാ സമൂഹം അങ്ങനെ മാറിയില്ലേ? അപ്പൊ ഇങ്ങനെ വളർന്ന നമ്മൾ കുട്ടികളല്ലേ പറയേണ്ടത്. അവരെ അങ്ങനെ ആക്കി തീർക്കാൻ പറ്റാവുന്ന തരത്തിലുണ്ടാക്കുന്ന രക്ഷിതാക്കളുടെ പ്രശ്നമാണ്. നമുക്കെന്താ ഗവൺമെന്റ് തരത്തിൽ പോയി പഠിച്ചാൽ അവിടെയുള്ള സ്കൂളിൽ പഠിച്ചാൽ അവര് ഇതായിട്ടുള്ള വയർപ്പും കാര്യങ്ങളൊക്കെ ഇതായിട്ട് വരും. അതല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ ഉത്തർപ്രദേശിൽ പണ്ടില്ലേ, ഇന്ന് നമ്മുടെ അവിടെ നിന്നേ പോയതാണ്, അത് തിരിച്ചു വരികയാണ്. പിന്നെ ജാതി ഇത്ര അടിയിൽ പോയി 5000 രൂപ പഴയും പിന്നെ അതിൽപ്പെട്ട ആൾക്കാർ പോയാൽ 50 അടി പഠിച്ച പണ്ടത്തെ ചണ്ട കൊട്ടൽ UP-ല്. അപ്പൊ നമ്മുടെ എവിടേക്ക് പോകണം? നമ്മുടെ സാമൂഹ്യ പാഠം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വേണം. നമ്മൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടുള്ളത്, ഏത് തരത്തിലാണ് വന്നത്, അതിൽ ആരാണ് കഴിച്ചതെന്ന് പറയുന്നിടത്ത് ആ ഒരു സാമൂഹ്യ പാഠം ഇല്ലാതായി പോയിട്ട് നമ്മുടെ പുരാണങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ ഭരണാധികാരി എന്ന് പറയുന്ന രാഷ്ട്രപിതാവ് എന്നല്ല, നമുക്ക് രാമനാണ് എന്ന് പറയുന്ന തെറ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചരിത്ര നിർമ്മിതിയിലേക്ക് പോകുമ്പോ അതിനെ എതിർക്കാനോ പറയാനോ പറ്റാണ്ടായിട്ട് നിൽക്കുന്ന ഒരാളുകളായിട്ട് നമ്മൾ മാറില്ലേ? അതൊന്നും നമ്മുടെ വിഷയമല്ലാന്ന് തോന്നിപ്പോയി കഴിഞ്ഞു പോയി. അവർക്ക് പിന്നെ എന്ത് ചരിത്രം, അവർക്ക് എന്ത് സാമൂഹ്യ പാഠം? അപ്പൊ ആ രീതിയിലേക്ക് മാറുമ്പോൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ജാഗ്രത എപ്പോഴും കാണിക്കേണ്ടത് അത്തരം ചെയ്യുന്ന അതിനാണല്ലോ കലയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. കലാപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും അതാണല്ലോ. ഇത് അല്ല, അത് മാത്രമല്ല, ഈ നമ്മളിവിടെ പറയും എല്ലാ സിനിമകളിലും ഭൂരിഭാഗം സിനിമകളിലും ഭയങ്കര ഫ്യൂഡൽ ബിംബങ്ങളാണ്, സവർണ ബിംബങ്ങളാണെന്ന് പറയും. തിരിച്ച് ഇത്തരം ബദലായിട്ടുള്ള ഈ അട്ടപ്പാടി ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ജിയോഗ്രഫിയും അവരുടെ അതിജീവനായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ വരുമ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ കാണാൻ ഏറ്റെടുക്കാൻ ആൾക്കാർ കുറയുന്നു. എന്നിട്ട് പറയുന്നു ഫാസിസം ഭയങ്കരമായിട്ട് വളരുന്നു, സവർണ ബിംബങ്ങളാണ് സിനിമയിലൂടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. നമ്മൾ ബദൽ ബിംബങ്ങൾ വെക്കുന്നത് ഈ ജനം ഏറ്റെടുക്കാൻ ജനം എന്ന് പറയുന്നതല്ല. ഇപ്പൊ പഴയ പോലെയല്ല, ഫുൾ നെറ്റ്വർക്ക് സംഘടനകളാണ് ഇവിടെ. വേനൽത്തുമ്പികൾ ഇറങ്ങി കഴിഞ്ഞാൽ 500 കളി കളിക്കുന്നുണ്ട് ഇവിടെ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നാടകം 500 കളി കളിക്കുന്ന കേരളമാണ്. KSTയുടെ ഒരു കലാജാഥ 500 കളി കളിക്കും, കുടുംബശ്രീയുടെ 500 കളി കളിക്കും. പക്ഷേ നമ്മൾ ലെഫ്റ്റ് ഫിലിം മേക്കേഴ്സ് ഒരു നല്ല സിനിമ എടുത്തു കഴിഞ്ഞാൽ 500 കളി കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എങ്ങനെയാണ്? അതാണ് പ്രിയൻ തുടക്കത്തിൽ ഉന്നയിച്ചത്. അത്രയും നെറ്റ്വർക്കുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ഏറ്റെടുക്കപ്പെടുന്നില്ല? നമ്മൾ വീണ്ടും പറയുന്നത് വിജയേട്ടൻ പറഞ്ഞ പോലെ ഭാവനയില്ലാത്ത സമൂഹവും റിയൽ ലൈഫ് അവഗണിക്കുന്ന സമൂഹവും പെരുകുകയും സ്ക്രീനിൻ്റെ അകത്തുള്ള വയലൻസ് ലൈഫിൽ പ്രയോഗിക്കാൻ പറ്റുന്നു എന്നുള്ള ഭീകരമായ അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഈ സിനിമ അട്ടപ്പാടി കുട്ടികളുടെ അതിജീവനം ഞങ്ങൾ സഹിച്ച് ഇതിൽ അനധികൃതമായിട്ടുള്ള ഗർഭം അങ്ങനെയല്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നത് വളരെ ശക്തമായ മെസ്സേജാണ്. സാക്ഷരതാ മിഷൻ ഏറ്റെടുക്കേണ്ടതാണ്. ശരിക്കും എല്ലാ സ്കൂളുകളും കളിപ്പിക്കുന്ന സിനിമയല്ല സിബിൻ. ഇനി അതിന്റെ കാര്യങ്ങളിലേക്കൊന്ന് കിടക്കാൻ പോയാ ജനറലായിട്ട് ഇപ്പൊ നമ്മള് കളികളെ ഏറ്റെടുക്കണം. നമ്മളെടുക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നെയ്ത്തുകാരൻ കളിച്ചിട്ടും എനിക്കറിയാം, നെയ്ത്തുകാരൻ കഴിഞ്ഞിട്ട് നമ്മൾ പുലിജന്മം ഉണ്ടാക്കുന്നതും
അല്ലെങ്കിൽ അതുമായിട്ട് വേറെ ഓരോ സിനിമ ഉണ്ടാക്കുന്നതും എനിക്കറിയാം ഇത്രയും കുറച്ച് മനുഷ്യരുണ്ടാവുന്നുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ അവിടെ എനിക്ക് വലിയ നിരാശ ഒന്നുമില്ല. അതിൽ പൊട്ടിത്തെറി ഉണ്ടാവും. പൊട്ടിത്തെറി ഉണ്ടാവുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരും. കാരണം നമ്മള് വലിയ വലിയ വർത്താനം പറയുന്ന ആൾക്കാരോട് നമ്മൾ ചെയ്തിട്ടാണ് വർത്താനം പറയുന്നത്. ഞാൻ പ്രസംഗിക്കല്ലോ, ചെയ്ത് കളിച്ചിട്ടാണ് വർത്താനം പറയുന്നത്. അപ്പൊ അതാണ് ചിലർക്ക് പിടിക്കാത്തത്. നമ്മള് കാര്യം വേണം നമ്മൾ ചെയ്ത് കാണിച്ചിട്ടാണ്. അല്ലാതെ വെറുതെ ഒരെണ്ണം കഴിഞ്ഞാൽ തകർന്നു. വിജയേട്ടൻ പത്തനംതിട്ട, ഇടുക്കി, കൊല്ലം ആ ജില്ലകളിലൊന്നും ഈ സിനിമ എത്തിയിട്ടില്ല. തിരുവനന്തപുരം ജില്ല ഏറ്റെടുത്തു. ഇതൊക്കെ എല്ലാവരും പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, ബിന്ദു ടീച്ചർ പറഞ്ഞു അത് കാണിക്കേണ്ടതാണ്, കുട്ടികൾ കാണേണ്ടതാണ്. അശോകൻ ചെരുവിൽ പ്രസ്ഥാനം ഇറക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. വനിതാ കമ്മീഷൻ പറഞ്ഞു ഇത് കാണിക്കേണ്ടതാണെന്ന്. ഞാനും പറഞ്ഞു ഇത് കാണിക്കണം. ആരെ ഏറ്റെടുക്കും? വിജയ് സമയമുണ്ട്. ചില കാര്യങ്ങൾ എങ്ങനെയാണ് സംഘാടനത്തിന്റെയാണ് പ്രശ്നം. സംഘാടനം അല്ല അതാണ് ഏറ്റെടുക്കുന്നത്. അല്ല ഇപ്പൊ പ്രിയം പറയുന്ന ഡിമാൻഡ് വളരെ സിമ്പിൾ ആണ്. പ്രൊജക്ടർ ഉണ്ട്, 10,000 രൂപ. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് 5,000, പ്രൊജക്ടറിന്റെ 5,000. പിന്നെ ജില്ല മാറി പോകുമ്പോൾ TA വണ്ടിയുടെ ഈ സംഗതി കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ഹാള് വേണം, നല്ലൊരു സൗണ്ട് സിസ്റ്റം വേണം, ഒരു 200 പേര് വേണം, 100 രൂപ വെച്ച് മേടിക്കണം. വളരെ സിമ്പിൾ ലോജിക്കാണ്. ഒരു 20-25,000 രൂപ കളക്ട് ചെയ്യുമ്പോൾ ഇവർക്ക് വേണമെങ്കിൽ 10+ TA എന്നുള്ള രീതി വരുന്നുള്ളൂ. ഇത് വലിയ പൈസയൊന്നുമില്ല. കൊമേഴ്സില് ഒരു സ്ഥലത്തുനിന്ന് പ്രോജക്റ്റും സംഭവത്തിന് വാടകയ്ക്ക് എടുക്കണം. അത് ഒരു 5,000 ലൂമിൻസിന്റെ പ്രോജക്റ്റ് ഇല്ലാതെ ഞാൻ കാണിക്കുന്നില്ല. അത് വേറെ കാര്യം. ഇങ്ങനെ തന്നെ പുറത്ത് കാണിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുള്ള കേസാണ്. കാരണം നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിന് ടെക്നിക്കലി ഇല്ല. അപ്പൊ ഒരു 5,000 ലൂമിൻസിന്റെ പ്രോജക്റ്റിന്റെ എങ്കിലും വേണം. അതായത് ഈ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ വരുന്ന 1,200 കാര്യമാണ്, കാര്യമില്ല. അപ്പൊ അതും ഇതിന്റെ ബോക്സിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഓക്കെ. അപ്പൊ കാവിശിക നമ്മളതൊരു ഈ ഒരു ഘട്ടം ഒരുപക്ഷെ നമ്മുടെ ഈ കഴിഞ്ഞ വർഷം ലോക്സഭ ഇലക്ഷൻ വരെ നമ്മളെല്ലായിടത്തും പലരും ഏറ്റെടുത്ത് കളിപ്പിച്ചതാണ്. ലോക്സഭ ഇലക്ഷനിലാണ് ഒരു ബ്രേക്ക് വന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് പാതിരാമണൽ അല്ലേ, ആലപ്പുഴ ഉദ്ഘാടന ചിത്രമാക്കി ഡൽഹി കളിച്ചു. ഒരു ബാലസംഘത്തിന്റെ ചാളൂര് ഒരു സമ്മേളനത്തിൽ ജസ്റ്റ് ഇങ്ങനെ കളിച്ചു. പിന്നെ മുണ്ടൂര് കളിച്ചു. പിന്നെ കാവിശികയാണ് 26-ാം തീയതി. കാവിശികയുടെ ഈ പരിപാടിയിലൂടെ കേരളത്തിലേക്ക് ഒരു മെസ്സേജാണ് ഞങ്ങൾ കാവിശിക കൊടുക്കുന്നത്. പരമാവധി കലാസംഘടനകൾക്കും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും യുവജന പ്രസ്ഥാനങ്ങൾക്കും ഏറ്റെടുത്ത് സിനിമ കളിച്ച് പിരിയാന്നുള്ളതല്ല, സംവിധായകനായിട്ടുള്ള സംവാദവും ഇതേപോലെ അല്ലാതെ വേറെ അത് യാത്രകളൊക്കെ ഉണ്ടാവും അതിനിടയില്. പിന്നെ ഇതിന്റെ ക്രിയൂ എനിക്ക് തോന്നിയിരുന്നത് ഇതിന്റെ മ്യൂസിക് പാറ്റേൺ എന്ന് പറയുന്നത് തന്നെ സുനിൽകുമാർ ചെയ്തിരിക്കുന്നത് ശരിക്കും അവരുടെ ഇൻസ്ട്രുമെന്റുകൾ വെച്ചിട്ടാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അവർ തന്നെ ആക്ട് ചെയ്യുന്നു. ടെക്നിക്കലി ഇവർ 3-4 പേര് മാത്രമേ പുറത്തുള്ളവരുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുപ്പുസ്വാമിയുടെ ഇതിൽ അഭിനയിക്കുന്നുണ്ട്, ഡ്രാമ സ്കൂളിലെ അമ്മാനാഞ്ചിയമ്മ അഭിനയിക്കുന്നത്. അപ്പൊ ഈ സിനിമ എല്ലാവരും ഏറ്റെടുക്കുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ പ്രിയ? 26-ാം തീയതിക്ക് ഒന്നും നന്ദി പറഞ്ഞേ. കാവിശികയുടെ ക്ഷണമായിട്ട് വീണ്ടും പറയുക. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായിട്ടുള്ള പി. നന്ദൻ സാർ, കാവിശികയുടെ നേതൃത്വത്തിൽ നമ്മൾ വാരിക്കുരുവിക്കൊരു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തുറന്ന സമീപനത്തിൻ്റെ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രിയനന്ദൻ സാർ പറഞ്ഞ പോലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ചെറിയൊരു കാൽവെപ്പാണ് നമുക്ക് കാവിശികയ്ക്ക് നടത്താൻ സാധിച്ചത് എന്നുള്ളതാണ് ആ ഒരു സങ്കടത്തിൻ്റെ അരികെ ചേർന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷം. അതിൽ നമ്മൾ അഭിനന്ദിക്കുകയാണ്, നമ്മളെ തന്നെ അഭിനന്ദിക്കുകയാണ്, കാവിശിക അംഗങ്ങളെ പൊതുവെ എല്ലാവരെയും. അതിന് നേതൃത്വം വഹിച്ച ചാക്കുമാഷ്. ഇത്തരം നല്ല ആശയങ്ങളുള്ള സിനിമകൾ ഒരു പ്രചാരകരാവുക എന്നുള്ളത് അതിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിക്കാനും ആശയങ്ങൾ അതിൻ്റെ ഉദ്ദേശിച്ച അർത്ഥത്തെ അല്ലെങ്കിൽ ആ ഒരു തീമിനെ മനുഷ്യരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരം സിനിമകൾ എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഔചിത്യം. അപ്പം അത് എത്രമാത്രം എത്തിയിട്ടില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമായി. അപ്പോൾ ഇനിയും ഇതിൻ്റെ പ്രചാരകരാവേണ്ടതുണ്ട്. സംഘടനകൾ, പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇത് ഏറ്റെടുക്കേണ്ടതുണ്ട്. മൗത്ത് പബ്ലിസിറ്റിയാണ് അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ
ഇപ്പൊ നമ്മൾ കണ്ട അനുഭവങ്ങൾ ഇപ്പൊ കണ്ട അനുഭവങ്ങൾ ഓരോരുത്തർ എഴുതിയിടുകയാണെങ്കിൽ അതിന്റെ അർത്ഥതലങ്ങൾ കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. കാരണം യുവാക്കൾ ഒരുപാടുള്ള വേദിയാണ് കാവിശിക, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ ഒരു വഴിയൊക്കെ അതിന്റെ ഇനി എത്താത്ത ഇടങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളത് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട്. അതോടൊപ്പം ഇനിയും ധാരാളം സിനിമകൾ, ഇങ്ങനെ സബാൾട്ടൻ ഇഷ്യൂസ് പരാമർശിക്കുന്ന സിനിമകൾ എടുക്കാൻ. ഇപ്പം ഇവിടെ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, അതായത് മുഖ്യധാരയിൽ ഇല്ലാത്ത കഥാപാത്രങ്ങളെ ആളുകളെ കൊണ്ട് ആണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അവർക്കും എന്തെങ്കിലും ഇത്തിരി വെട്ടം അവരുടെ ഉള്ളിലുള്ള സ്പാർക്ക് പ്രകാശിപ്പിക്കാനായിട്ട് ഇതിൽ കഴിഞ്ഞു എന്നുള്ളത് പറയും. അവർ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഇടങ്ങളിലേക്ക്, പുതിയ ആകാശങ്ങളിലേക്കാണ് അവരെ കൈപിടിച്ച് ഉയർത്തിയത്. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന, ഒരു സംവിധായകന് പ്രശസ്തിക്കപ്പുറത്ത് സമൂഹത്തിന് ചെയ്യാവുന്ന ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് അത്തരം സിനിമകളിലൂടെയാണ് പ്രിയേട്ടൻ്റെ ഒരുപാട് സിനിമകൾ, ഒട്ടുമിക്ക സിനിമകളും മുന്നേറിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്രശസ്തിയുടെ തലത്തേക്കാൾ മാനുഷികതയാണ് അതിൽ കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയും ധാരാളം സിനിമകൾ അങ്ങനെ എടുക്കാൻ സാധിക്കട്ടെ. കൂടുതൽ പേരെ അവർക്ക് പോലും സാധിക്കാത്ത ആകാശങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ. പിന്നെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ ആവശ്യക അംഗങ്ങൾ, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. അതുപോലെ ഇന്നിങ്ങനെ ഒരു അവസരം നേരിട്ട് നമുക്ക് ടിക്കറ്റുകൾ ഏറ്റെടുക്കാനും, അതിന് ആവശ്യക്കിലെ ഒരുപാട് വ്യക്തികൾ അതിന് കൂടുതൽ ടിക്കറ്റുകൾ ചിലവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വ്യക്തികൾ നമുക്ക് ആവശ്യമില്ലാത്ത അംഗങ്ങൾ കൂടി സിനിമ കാണിക്കാനായിട്ട് അവർക്ക് കാണാനും ഒരു സാധ്യത കൂടിയാണ് അന്നത്തെ ദിവസം നമ്മൾ ഒരുക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഇവിടെ വന്നിട്ട് ചേർന്നിട്ട് എല്ലാവർക്കും, നമ്മുടെ അംഗങ്ങളായവർ പലയിടത്ത് ഇരുന്നിട്ട് ഈ ഒരു പ്രോഗ്രാം കാണുന്നവർക്കും ഇനി ഇനി വീണ്ടും അതിൻ്റെ വ്യൂവേഴ്സ് ഉണ്ടായിരിക്കും, അവർക്കൊക്കെ കൂടിയിട്ടുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. 26 ഫെബ്രുവരി 26 എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്ന് മുതൽ സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന അമേച്വർ നാടക മത്സരമാണ്. 23 ലിറ്റ്ഫോക്കാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ വളരെ ദൂരെ നിന്ന് വരുന്നവർക്കും കൂടി ഒരു സ്പേസും കൂടി ഉണ്ട്. കൃത്യം 4 മണിക്ക് നമ്മൾ സിനിമ തുടങ്ങുന്നു, 5:45 കഴിയുന്നു, 6:30 വരെ സംവിധായകനായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് രാത്രി ഇനി ബസ് തിരിച്ചു കിട്ടിയില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാവരും സഹകരിക്കുക, ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കാവിശികയുടെ മാതൃക പോലെ വായനശാലകൾക്കും കേരളത്തിലെ ലൈബ്രറികൾ 9,000 ലൈബ്രറിയാണ്. അപ്പൊ അതിനകത്തെ ഒരു 100-500ഓളം മികച്ച ലൈബ്രറികളുണ്ട് അല്ലെ സിബിൻ, രവിവർമ്മ വായനശാലയുടെ നേതൃത്വമാണ്. അപ്പോൾ ഇവരൊക്കെ ഇതേപോലെ സൺഡേ മിററും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അതേപോലെ കേരളത്തിലേക്ക് ഈ സിനിമ വീണ്ടും പ്രദർശനത്തിനായിട്ട് നമ്മൾ വഴി തുറന്നിടുകയാണ്. ഓൾ ആർ വെൽക്കം ടു കേരള സാഹിത്യ അക്കാദമി ഹാൾ for watching and to be enlightened after seeing the film The Barik Rivi by National Award winner Priyanandan. All are welcome to Kerala Sahitya Academy by Kavishika, our members. Okay, thank you.